സർ, കഴിഞ്ഞ ദിവസം RSS മേധാവി മോഹൻ ഭാഗവത് ഇന്ത്യയെ സംബന്ധിക്കുന്ന സുപ്രധാനമായ 3 കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പങ്കുവയ്ക്കുകയുണ്ടായി. എന്ന് വെച്ചാൽ RSSന്റെ അഭിപ്രായം. RSSന്റെ അഭിപ്രായത്തിൽ ഈ ജനസംഖ്യാ ബില്ല് അല്ലെങ്കിൽ ജനസംഖ്യാ നിയന്ത്രണം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇന്ത്യയിൽ വേണ്ട, അതിന്റെ ആവശ്യം നിലവിൽ ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് കാശി മധുര ഇവിടെയുള്ള ഈദ്ഗാഹ് അല്ലെങ്കിൽ മസ്ജിദ് അവിടെ അത് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണം എന്നാണ് അദ്ദേഹം രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം. മൂന്നാമത്തേത് 75 വയസ്സായാലും ഞാനും മോദിയും പിന്മാറുമോ അല്ലെങ്കിൽ വിരമിക്കുമോ എന്ന കാര്യത്തിലും അദ്ദേഹം ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. സംഘം പറഞ്ഞാൽ 80ാമത്തെ വയസ്സിലും ആരോഗ്യമുണ്ടെങ്കിൽ ശാഖയെടുക്കാൻ ഞാൻ പോകും എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ RSSന്റെ കൂടി തീരുമാനമാണ് അല്ലെങ്കിൽ നിലപാടാണ് ഈ 3 വിഷയങ്ങളിൽ മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താം, അല്ലെങ്കിൽ പ്രശാന്ത് സാറിന്റെ ഒരു അഭിപ്രായത്തിൽ ഈ 3 വിഷയങ്ങളെയും എങ്ങനെ വിശദീകരിക്കാം? RSSന്റെ അഭിപ്രായത്തിനകത്ത് നമ്മൾ അതിനകത്ത് കയറി പരിശോധിക്കണം. അതായത് നമ്മളൊരു കാര്യത്തിന്റെ ആഴത്തിൽ പരിശോധിക്കുക എന്ന് പറയത്തില്ലേ ഓരോ കാര്യം. അത് അവര് ചുമ്മാതെ അഭിപ്രായം പറയത്തില്ല. ഈ RSSനെ പറ്റി ഇവര് പറയുന്നത് പോലെ, അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നത് പോലെ, അതൊരു വല്ലാത്തൊരു സംഘടനയാണ്. അതിനകത്ത് മെമ്പർഷിപ്പ് ഇല്ല, അറിയാമോ? അതിനകത്ത് ആർക്കും കയറാം. അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ടവര് അല്ലെങ്കിൽ പ്രസ്താവനകൾ നടത്തിയോ അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കുന്ന വിഷയത്തിന് മറുപടി കൊടുത്തോ ഒന്നും നിൽക്കുന്ന ഒരു സംഘടനയല്ല. അവർ ചില കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ അവരുടേതായിട്ടുള്ള യോഗങ്ങളിൽ പറയുന്നത് അതിന്റെ വലിപ്പം കൊണ്ട് വെളിയിൽ വന്ന് ക്രിട്ടിസൈസ് ചെയ്യുന്നു. ആ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനകത്ത് അതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള കാര്യം തിരുത്തി കൊടുക്കുന്നതിന് പോലെ അവർ നിൽക്കത്തില്ല. ഇപ്പം ഒരഭിപ്രായം പറയുന്നു, അവർ പോകുന്നു. പിന്നെ ആരെന്ത് പറയുന്നു, എങ്ങനെ പറയുന്നു, അതിനകത്ത് അത് വിശദീകരണം അങ്ങനെ ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ കൊണ്ട് കൊടുക്കുന്ന ഒരു കാര്യമില്ല. കാരണം അവരുടെ അഭിപ്രായം അവർ പറയും, അതിന്റെ പുറകിൽ അവർ നിൽക്കും, അതുകൊണ്ട് അവർ അത് വിജയിപ്പിച്ച് കാണിക്കും. അപ്പൊ ഇതിനകത്ത് മൂന്ന് വലിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് കൺഫ്യൂഷൻ ആക്കുന്ന 3 കാര്യങ്ങളാണ്. എന്നാൽ ലോകത്തെ മൊത്തം ബാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളായിട്ട് വേണമെങ്കിൽ പരിശോധിക്കാം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ജനസംഖ്യാ നിയന്ത്രണ ബിൽ. ഇന്ത്യയിൽ ഇപ്പൊ എനിക്കും നീതുവിന് പോലും മനസ്സിൽ തോന്നുന്നത് ശരിയായി, ജനസംഖ്യ നിയന്ത്രിക്കട്ടെ. അല്ലെങ്കിൽ നമ്മളൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ വീടുകളിലെ അല്ലെങ്കിൽ പുറകോട്ടുള്ള പരിശോധിക്കുമ്പോൾ ഒരു വീട്ടിൽ 10 പിള്ളേരുണ്ടായിരുന്നു. 6 കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ ഇല്ലായിരുന്നു. അത് കുറച്ച് ഇപ്പൊ ഒന്നായിട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളുണ്ട്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പം അത് അങ്ങനെ വേണം, ഈ ജനസംഖ്യ കൂടുന്നതുകൊണ്ടാണ് ദാരിദ്ര്യം കൂടുന്നത്, മറ്റത് കൂടുന്നത്, മറിച്ചത് കൂടുന്നത് എന്നൊക്കെ പറയുമ്പോൾ, എന്നാ അങ്ങനെയല്ല. ഇന്ത്യയിൽ ഇപ്പോഴത്തെ പുരോഗതിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 140 കോടി ജനം, ഇന്ത്യയുടെ വലിപ്പം, ആ പറയുന്നത് പോലെ അതിനകത്ത് നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ 65% വരുന്നതും യുവാക്കളും വിദ്യാർത്ഥികളുമാണ്. അവരെയാണ് 2014 ശേഷം നരേന്ദ്രമോദി പ്രൊമോട്ട് ചെയ്തത്. സ്ത്രീകളെയും വിദ്യാർത്ഥികളെയും ഈ പറഞ്ഞ യുവജനങ്ങളെയും ഓരോ സ്റ്റാർട്ടപ്പുകൾ അതുപോലുള്ള സംഭവങ്ങൾ കൂടി ഉണ്ടാക്കി കൊണ്ടുവന്ന് വളരെ വലിയ വലിപ്പത്തിൽ ഒന്നും ആയിട്ടില്ല, തുടക്കമേ നടന്നിട്ടുള്ളൂ. എന്നിട്ട് പോലും ഇന്ത്യയുടെ വികസനം കണ്ടോ? അതായത് അവരുടെ മാൻ പവർ, ചെറുപ്പക്കാരുടെ മാൻ പവർ വളരെ കൃത്യമായിട്ട് ഒരു രാജ്യത്തിന് പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചാൽ ആ രാജ്യത്തിന്റെ പുരോഗതിയെ പിന്നെ ആർക്കും തടയാൻ പറ്റത്തില്ല. അതിപ്പം ആ ചെറുപ്പക്കാരുടെ പുരോഗതി അല്ലെങ്കിൽ അവന്റെ മാൻ പവർ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്ന ഒരവസ്ഥ വരികയും അത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു രാജ്യമാകുകയും ആ ചെറുപ്പക്കാരുടെ എണ്ണം കൂടുകയും ചെയ്യുന്ന ഒരു രാജ്യമായാൽ അവനെ പിടിച്ചാൽ കിട്ടുമോ? അതാ ഇപ്പൊ ഇന്ത്യയുടെ പുരോഗതിയുടെ പ്രധാന മാനദണ്ഡം. മറിച്ച് മറ്റ് പല രാജ്യങ്ങളിലും ഇപ്പൊ ഉള്ള പ്രശ്നം നമുക്ക് അടുത്തറിയാവുന്ന വെച്ചാൽ ചൈനയിലെ ഈ പറയുന്ന പ്രായമായവരുടെ എണ്ണം കൂടുന്നു. ചൈനയിലും ഉണ്ട്. ചൈനയിൽ പ്രായമായവരുടെ എണ്ണം കൂടുന്നു. കഴിഞ്ഞ ദിവസത്തെ സർവേ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളുടെ 20.7 ട്രില്യണിലേക്ക് 2030 അല്ലെങ്കിൽ 2030 വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർവേക്കകത്ത് പറഞ്ഞ ചൈനയുടെ പുറകോട്ട് നടത്തിക്ക് കാരണം എന്താണെന്നറിയോ? ചൈനയിൽ ജനസംഖ്യാ നിയന്ത്രണം ഉണ്ടാക്കി. ഇപ്പൊ അത് അവർ മാറ്റുക. ഈ ചൈനയിൽ ഒരു കുഞ്ഞു മതി എന്ന് പറഞ്ഞില്ലേ, എല്ലാത്തവർക്കും ഗവൺമെന്റ് ആനുകൂല്യം കിട്ടത്തില്ലെന്ന് പറഞ്ഞ വളരെ നേരത്തെ കുഞ്ഞുങ്ങൾ പെരുകുന്നതിന് വേണ്ടി ഒരു കാര്യം ഗവൺമെന്റ് ഇപ്പൊ മാറ്റിക്കൊണ്ടിരിക്കുക. അവിടെ ചെറുപ്പക്കാരില്ല, പ്രായമായവർ കൂടി. അത് അവരുടെ ഗ്രോത്തിനെ ബാധിച്ചു, പുരോഗതിയെ ബാധിച്ചു. അതുകൊണ്ടാണ് ചൈന പുറകോട്ട് നടക്കുകയും ഇന്ത്യ മുന്നേറുന്നതിനകത്ത് കഴിഞ്ഞ ഫാക്ട് ഇപ്പോൾ ഡീറ്റെയിൽസ് പറഞ്ഞു. അതേപോലെ തന്നെ ജപ്പാനിലെ അവസ്ഥ എന്തോ? ജപ്പാനിൽ ഈ പറയുന്ന ജപ്പാന്റെ പുരോഗതി പഴയതുപോലെ നടക്കാത്തതിന്റെ പ്രധാന കാര്യം അവിടെ കല്യാണം കഴിക്കുന്നില്ല ആൾക്കാർ. കുടുംബമായിട്ട് ജീവിക്കുന്നവർക്കും മക്കൾ വേണ്ട. അതായത് ഒരു 10-20 കൊല്ലത്തിന് ശേഷം അവിടെ പ്രായമായവർ മാത്രം ഏതാണ്ട് 50% ശതമാനക്കണക്കിന് കൃത്യം അറിയത്തില്ല, വരാൻ പോകുന്നതാണ്.
ആ, വരാൻ പോവുകയാണ്. ചെറുപ്പക്കാരില്ല, രാജ്യത്ത് കുഞ്ഞുങ്ങളുണ്ടാകുന്നു. അപ്പം ഈ ജനസംഖ്യ അനുപാത ബില്ല് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾക്ക് ദോഷമല്ല ചെയ്യുന്ന, അല്ലെങ്കിൽ ജനസംഖ്യ വർദ്ധിക്കുന്നത് ദോഷമല്ല ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിന്റെ ഫാക്ടർ ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹം RSS പറഞ്ഞതിനകത്തുനിന്ന് പല രാജ്യങ്ങളെ ഉദാഹരിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ നേരെ നേരെ തിരിച്ചാ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്തെ ജനത്തിനെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചാൽ ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളുടെ എണ്ണം മറ്റു പല രാജ്യങ്ങളെ നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. പുരോഗതി കൈവരിക്കുകയാണ്. മോദി അത് സ്ത്രീകളെയും ചെറുപ്പക്കാരെയും വെച്ചിട്ട് അത് മുന്നേറുന്നുണ്ട്. അത് മുന്നേറി അത് കുറെ കൂടെ കഴിയുമ്പോഴത്തേക്ക് പൂർണ്ണമാകുമ്പോഴത്തേന് ഇന്ത്യയെ തടയാൻ പറ്റുന്നില്ല. പിന്നെ രണ്ടാമത് പ്രായത്തിന്റെ വിഷയം. പ്രായം എന്ന് പറഞ്ഞാൽ എന്തുവാ, പണ്ട് BS അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ എന്റെ തല നരച്ചല്ല എന്റെ പ്രായം. ഇപ്പൊ മോദിയെ സംബന്ധിച്ചിടത്തോളം മോദിക്ക് 82 വയസ്സുണ്ട്. അല്ലെങ്കിൽ സോറി, ഇപ്പം 75 വയസ്സാവുമ്പോ അദ്ദേഹത്തോട് തുലനം ചെയ്യുന്ന വേറൊരു 75-കാരനെയും ഈ പറയുന്ന മോദി എന്ന് പറയുന്ന ആളിനെയും കൂടെ നമുക്ക് തുലനം ചെയ്യാൻ പറ്റുമോ? അയാളുടെ സ്കിൻ ടോൺ കണ്ടിട്ടുണ്ടോ? സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. 17-കാരനില്ല, താടിയും മീശയൊക്കെ നരച്ച 17-കാരനില്ല. പുള്ളിയുടെ സ്കിന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എന്തോ ആരോഗ്യമുള്ള മനുഷ്യനാ. അല്ല, ഫ്ലൈറ്റൊക്കെ കയറുന്ന കണ്ടിട്ടുണ്ട്, അയാളുടെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് കാര്യപ്രാപ്തിയുള്ള മനുഷ്യൻ എന്തിനാ പ്രായം നോക്കുന്നത്? പ്രായം എന്ന് പറഞ്ഞാൽ, വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലും ബാധിക്കാൻ നീ ഇത് 17 വയസ്സുകാരൻ വാർദ്ധക്യം ബാധിച്ചിട്ടുണ്ട്. അവനെ എന്തോരം കൊള്ളാം, 17 ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് കാര്യമില്ല. വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ആരോഗ്യം, ശാരീരിക ആരോഗ്യം, ഇത് രണ്ടും വലിയ വലിപ്പത്തിലുള്ള ആളാ മോദി. അപ്പൊ മോദി അങ്ങ് മാറ്റിയാൽ ഇലക്ഷൻ ജയിക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ചില പാർട്ടിക്കകത്തുണ്ട്. അവരാ പറയുന്നത് മോദിക്ക് 75 മോദിക്ക് 75 മോദിക്ക് 75 85 ആയിട്ട് അവരുടെ പാർട്ടി തീരുമാനിച്ചോളും. അപ്പൊ അതുകൊണ്ടാണ് അതുപോലെ RSSന് പ്രായമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എടുത്ത മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന പോലെ RSSനകത്ത് ഞാൻ ഈ മുമ്പ് പറഞ്ഞാലും മെമ്പർഷിപ്പ് ഇല്ല, പ്രായപരിധി. അവന് മരിക്കും വരെ പ്രവർത്തിക്കുക. RSS സിസ്റ്റം അതാ. RSS നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ 90 വയസ്സുള്ള സ്വയം സേവകരൊക്കെ ഇപ്പോഴും ഉണ്ട്. അവർക്കാവുമോ അവർക്ക് ആ ജോലി ചെയ്യാം. അവരെ സംഘടന ഏൽപ്പിക്കുന്ന ജോലി അവർക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. അവർക്ക് വയ്യായോ അവരെ ശുശ്രൂഷിക്കാൻ അതിനകത്ത് ആളുണ്ട്, അല്ലെങ്കിൽ ആ ജോലിയിൽ നിന്ന് മാറിയിക്കാം. അപ്പൊ അത് രണ്ടാമത്. പിന്നെ കാശി, ഈ രാമേശ്വരം, ഈ പറയുന്നത് പോലെ വേറെ ഒരു എന്താ പറഞ്ഞ വേറെ ഒരു ക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അല്ലെ തർക്കമന്ദിരത്തിന്റെ ഗ്യാൻവാപി. ഇതിനകത്ത് ഹിന്ദുവിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അത് ശരിയാ പറഞ്ഞത്. ഹിന്ദുവിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ പണ്ടും RSS അല്ലെങ്കിൽ ഇതുപോലെ ഈ പറയുന്ന ഹിന്ദു സംഘടനകൾ പ്രധാനമായിട്ടും പറയുന്ന മൂന്നെണ്ണമായിരുന്നു. ഒന്ന് അയോധ്യ, പിന്നെ കാശി, രാമേശ്വരം. ഇത് മൂന്നിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് മൂന്നും ഹിന്ദുവിന്റെ ഒരു വികാരമല്ലേ. നമ്മൾ ഈ പറയുമ്പോ, ഈ ന്യായം പറയുമ്പോൾ, മതേതരത്വ ജനാധിപത്യ സംവിധാനം പറയുമ്പോ നമുക്ക് അവിടെ ചെല്ലുമ്പം നേരിട്ട് ചെല്ലുന്ന എത്ര മതേതരത്വം പറഞ്ഞു ചെല്ലുന്നവനും ഈ മധുര ചെല്ലുമ്പോ മധുരയിലെ ഈ ശ്രീകൃഷ്ണൻ ജനിച്ചെന്ന് പറയുന്ന ഒരു കാരാഗ്രഹമുണ്ട്. ആ കാരാഗ്രഹത്തിന്റെ പുറത്ത് ചവിട്ടിക്കൊണ്ട് അവിടുത്തെ ഒരു വലിയ പള്ളിയിലോട്ട് കയറി പോകുന്നത്. അത് പൊളിച്ചിട്ടല്ല പണിഞ്ഞ്, അല്ലെങ്കിൽ നേരത്തെ ഇത് ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഏത് വിട്ടിയാ സമ്മതിക്കുന്നു? അതുപോലെ ഇതിന്റെ പുറത്ത് വെച്ചേക്കുന്ന പള്ളിക്കകത്ത് പല തൂണുകളും അല്ലെങ്കിൽ ദീർഘമായിട്ട് പല കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ മാറ്റിയിട്ട് അമ്പലത്തിന്റെ അതിനകത്ത് മാറ്റം പോലും വരുത്തിയിട്ടില്ല. ഇത് ഒരു കാലത്ത് നമ്മൾ ഇത് അനുഭവിക്കുകയും അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും അധിനിവേശത്തിലൊക്കെ സാധിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവം. ഇന്ത്യക്കകത്ത് ഈ പറയുന്ന ഒരു ഭൂരിപക്ഷം വരുന്ന 80% വരുന്ന ഒരു മതത്തിന്റെ ഒരു വികാരം, അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാശി, രാമേശ്വരവും, അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രീരാമന്റെ ഒരു അമ്പലവും അവര് ജനിച്ചെന്ന് വിശ്വസിക്കുന്നിടത്ത് അതിനെ കീഴ്പ്പെടുത്തി വെച്ചിരുന്ന, അല്ലെങ്കിൽ അതിനകത്ത് വിട്ടുകൊടുക്കുന്നതിനും ഉള്ള മാനസികാവസ്ഥ ഉള്ളവരുള്ളപ്പോൾ അങ്ങനെ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നയിക്കുന്നവരെ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ലെന്നാ പുള്ളി പറഞ്ഞു. ഞാനീ പറഞ്ഞത്, ഈ പറഞ്ഞ രാമക്ഷേത്രം പണിയുന്നതിന് ഒരുപക്ഷെ മുസ്ലിങ്ങൾ എതിരല്ല. രാമക്ഷേത്രത്തിന്റെ തർക്കമന്ദിരം എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. അത് അവിടെ തന്നെ വേണമെന്ന് വിചാരിക്കുന്നതിനകത്ത് വേറെ രാഷ്ട്രീയമാണ്. ഈ മുസ്ലിങ്ങൾക്ക്, നിങ്ങൾ മുസ്ലിം സഹോദരന്മാരുടെ അവർക്ക് ചോദിച്ചാൽ, എനിക്കറിയാം, എനിക്ക് ഒത്തിരി വേണ്ടി മുസ്ലിം സഹോദരന്മാരുണ്ട്. അവർ തർക്കമുള്ളിടത്ത് ചോര വീണിടത്ത് പിന്നെ അവർ നിസ്കരിക്കാൻ പോത്തില്ല. അടച്ചിട്ട പള്ളിയിൽ അവർ നിസ്കരിക്കാൻ പോത്തില്ല. അവർക്കൊക്കെ ഒത്തിരി തത്വമുള്ളവരാ. അപ്പൊ അവിടെ അതിനകത്ത് അവിടുത്തെ മുസ്ലിങ്ങൾ പോലും അത് അവർക്ക് വിട്ടുകൊടുത്തേരാം. ഞങ്ങൾക്ക് അവിടെ അല്ലെ വേറത്തെ പള്ളി പണിയാൻ വേണ്ടി സ്ഥലം തന്നാൽ മതി. അതിന് അങ്ങനെ അനുവദിക്കാൻ മുസ്ലിങ്ങൾ നിന്നപ്പോ അത് മുക്കത്തില്ലെന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യിച്ചിട്ട് രാഷ്ട്രീയ വകുപ്പ് നടത്തിയതാ. ഇതുപോലെ തന്നെ മധുരയിലും ഒരുപക്ഷെ ഈ പറയുന്ന ഗാൻപ്യാവിലും രാമേശ്വരത്തും ഒക്കെ അദ്ദേഹം പറഞ്ഞു പോകാനാണ്, ഞങ്ങൾ അതിനകത്ത് സമരത്തിനൊന്നും പോകുന്നില്ല, നിയമപരമായിട്ട് അതിനകത്തൊരു നീക്കം നടത്തും. പിന്നെ ആരെങ്കിലും സംഘം അതിന്റെ പുറകിൽ നിന്നാൽ ഞങ്ങൾ അതിനകത്ത് എതിർക്കാനൊന്നും പോകത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് RSS പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ നീതി ചോദിച്ചാൽ അതിനകത്ത് എന്ത് ഫാക്ടർ ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ 3 കാര്യത്തിനകത്തും നമ്മൾ ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായ കാര്യമുണ്ട്. ആ അമ്പലത്തിന്റെ കാര്യം തന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ, എന്റെ പൊന്നെ നീതു, ഈ ഇന്ത്യയിലെ ഈ 3 അമ്പലത്തിന്റെ കാര്യമാണ് ഇപ്പൊ ഈ RSS പറഞ്ഞത്. 10,000 കണക്കിന് അല്ലെങ്കിൽ പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ ക്ഷേത്രങ്ങൾ പൊളിച്ചു തള്ളിയിട്ടുണ്ട്.
അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ പൊളിച്ചിട്ട് ആ പ്രദേശങ്ങൾ കയ്യേറിയിട്ടുണ്ട്. അതെല്ലാം തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങിയാൽ നാളെ കാലത്തെ, അതുകൊണ്ടാണല്ലോ മോഹൻ ഭഗവത് പറഞ്ഞത്, ആരും അമ്പലത്തിന്റെ അടി മാന്തണ്ട, അല്ലെങ്കിൽ ശിവലിംഗം എങ്ങും പോയി മാന്തണ്ട, എല്ലായിടവും മാന്തിയാലേ പള്ളിയുടെ അടിയിലെല്ലാം ഇതുപോലെ പഴയ ക്ഷേത്രങ്ങളുടെയും അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിനെയും മറ്റേന്റെ മറിച്ചോ ഒക്കെ കാണും. അതൊരു കാലത്ത് സംഭവിച്ച അവിടുത്തെ ജനമെല്ലാം അങ്ങനെയാണ് ഈ മോഹൻ ഭഗവത് പറഞ്ഞതിന്റെ കാര്യത. ഈ 3 ക്ഷേത്രം ഒഴിച്ച് ഇന്ത്യയിൽ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ ലിസ്റ്റ് എടുത്തത് മാന്താൻ നിന്നാൽ ഈ പറയുന്നത് പോലെ എല്ലാ പള്ളികളുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന സംശയമുള്ളിടത്തും ഒക്കെ ഉണ്ടാകും ശിവക്ഷേത്രവും അമ്പലങ്ങളും ഒക്കെ. അപ്പൊ അതൊന്നും ഇല്ലാതെ നിൽക്കുമ്പോൾ മര്യാദയ്ക്ക് 3 എണ്ണത്തിന്റെ കാര്യം ചോദിക്കുമ്പോൾ അവിടെ തർക്കിക്കാതെ അത് അവർക്ക് അർഹതപ്പെട്ടതാണ്, അല്ലെങ്കിൽ അവരുടെ വികാരം കണ്ട് അത് മാനിച്ച് അവരുടെ കൂടെ നിന്ന് തിരിച്ചു കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ ജനസംഖ്യാനുപാതത്തിന്റെ കാര്യത്തിൽ പറഞ്ഞില്ലയോ, ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിനകത്തെ പുരോഗതി ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പുരോഗതിക്ക് അത് ബാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രായം എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് അല്ല. ഒരുത്തന് പ്രവർത്തിക്കാൻ പറ്റുന്ന, അവന്റെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ആരോഗ്യമുള്ള അവസ്ഥ എത്രത്തോളം ഉണ്ടോ അതിനകത്ത് പ്രവർത്തിക്കാം. അപ്പൊ ഈ 2 ഗുണമുണ്ടായി. പുള്ളി എന്നാലും ആരുടെയും കാര്യം വെച്ച് പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് എത്ര കാലം വേണേലും അവരുടെ സംഘടന പറയുന്നത്രയും കാലം അതിനകത്ത് പ്രധാനമന്ത്രിയായിട്ടിരിക്കാമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ കോൺഗ്രസ്സുകാരന് ആ കാരണം പറഞ്ഞിട്ട് നരേന്ദ്രമോദിയെ മാറ്റിയിട്ട് പപ്പുവിനെ ഒന്ന് മത്സരിപ്പിച്ച് ചിലപ്പോൾ ജയിക്കുമെന്നുള്ളൊരു തോന്നല് അവര് മാറ്റിയില്ലേ അടുത്ത പ്രാവശ്യം നടക്കും. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നരേന്ദ്രമോദിയാ ഞങ്ങളുടെ ഒരു തടസ്സം, വേറെ ആരെങ്കിലും വന്ന പപ്പുവിനെ പ്രധാനമന്ത്രി ആക്കാമെന്നുള്ള രീതിയിലേക്കുള്ള കാര്യം വിചാരിക്കുന്നത്. അപ്പൊ അത് ക്ലോസ് ആയി. ഈ അമിത്ഷാ നേരത്തെ പറഞ്ഞിട്ട് 2029 ഞങ്ങളുടെ നരേന്ദ്രമോദി. അപ്പൊ അത് നടക്കത്തില്ല. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ അതൊന്നും വേണ്ട, ആരെ എവിടെ മത്സരിക്കട്ടെ, പപ്പു നരേന്ദ്രമോദി അടിച്ച് തറയിലിടട്ടെ, അല്ലെങ്കിൽ ജയിച്ച് പ്രധാനമന്ത്രി ആകട്ടെ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നടക്കട്ടെ, എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോട്ടെ. ഏതായാലും RSS പറഞ്ഞ ഈ 3 കാര്യങ്ങൾക്കകത്തും നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ ഉത്തരം ഇങ്ങനെ തന്നെയാണ്. അത് വളരെ കൃത്യമായിട്ട് പരിശോധിക്കുമ്പോൾ, നമുക്ക് ആദ്യമേ കേൾക്കുമ്പോൾ മനസ്സിലാവാത്തതുകൊണ്ട് പരിശോധിക്കുമ്പോൾ അനുഭവത്തിൽ വരുമ്പോൾ മനസ്സിലാകും. അത്ര ദീർഘമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു സംഘടനയും അല്ലെങ്കിൽ അത്തരത്തിൽ പ്രസ്ഥാനം നടത്തുന്ന ഒരു സംഘടനയൊക്കെ തന്നെയാണ് RSS. യെസ്, എന്തായാലും RSSന്റെ ഈ 3 അഭിപ്രായങ്ങളും ഇന്ത്യക്ക് വളരെ വളരെ നിർണായകമാണ്. മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പ്രതിപക്ഷ പാർട്ടികൾ അതിനിശിതമായി വിമർശിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ മധുര കാശി അമ്പലത്തിന്റെ വിഷയമായാലും പ്രധാനമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെയും പ്രായത്തിന്റെ വിഷയമായാലും ജനസംഖ്യാ ബില്ലിന്റെ കാര്യത്തിലായാലും ഇന്ത്യയെ സംബന്ധിക്കുന്ന അതിനിർണായകമായ 3 കാര്യങ്ങളിലാണ് അദ്ദേഹം RSS അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.